നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏവരെയും ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ചില വിമാനയാത്രകളുടെ വിശേഷങ്ങൾ, വാർത്തകൾ പുറത്തു വരുമ്പോൾ നമ്മൾ നെഞ്ചത്ത് കൈവയ്ക്കാറുണ്ട്. അയ്യോ, എന്ത് വിശ്വസിച്ചാണ് വിമാനയാത്ര ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ചില സമയങ്ങളിലൊക്കെ തന്നെ സാധാരണക്കാർ, ഇപ്പോൾ പണ്ടൊക്കെ തന്നെ വളരെ പണം ഉള്ളവർക്ക് മാത്രമാണ് വിമാനയാത്ര എന്നിരുന്നപ്പോൾ അങ്ങനെയല്ല, നമുക്കും പറ്റും എന്നുള്ള ഒരു ഘട്ടം എത്തുമ്പോൾ എല്ലാവരും ഇപ്പോൾ വിമാനയാത്രയിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് അത്തരം ഒരു യാത്രയെങ്കിലും ഇനി ചെയ്യേണ്ടത് എന്നുള്ളൊരു ഭയം തരുന്ന ചില വാർത്തകളാണ് പലപ്പോഴായി വിമാനയാത്രയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഇപ്പോഴിതാ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്ന് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് പുറപ്പെടാനിരുന്ന ഇൻഡിഗോ വിമാനത്തിന് ബോംബ് ഭീഷണി. വിമാനം റൺവേയിൽ നിന്ന് പറന്നുയരാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കവെയാണ് വിമാനത്താവള അധികൃതർക്ക് ഭീഷണി സന്ദേശം ലഭിച്ചത്. വാർത്താ ഏജൻസിയായ ANI ആണ് ഈ വിവരം പുറത്തുവിട്ടത്. ഭീഷണി സന്ദേശം ലഭിച്ച ഉടൻ തന്നെ വിമാനത്താവളത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. തുടർന്ന് വിമാനം റൺവേയിൽ നിന്ന് സുരക്ഷിതമായി ഐസൊലേഷൻ ബേസിലേക്ക് മാറ്റുകയും ചെയ്തു. യാത്രക്കാരെയും വിമാന ജീവനക്കാരെയും അടിയന്തരമായി തന്നെ പുറത്തിറക്കുകയും ചെയ്തു. സുരക്ഷാ ഉദ്യോഗസ്ഥർ, വിമാനത്താവള സുരക്ഷാ സേന, ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡ് എന്നിവർ സ്ഥലത്തെത്തി വിമാനത്തിനുള്ളിലുള്ള യാത്രക്കാരുടെ ബാഗേജുകളിലും വിശദമായ പരിശോധന നടത്തി വരികയാണ്. കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള പരിശോധനകൾ പൂർത്തിയായ ശേഷമേ വിമാനത്തിന് യാത്ര തുടരാൻ അനുമതി നൽകുകയുള്ളൂ എന്ന് അധികൃതർ വ്യക്തമാക്കി. ഭീഷണി സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താനും ഇത് വ്യാജ സന്ദേശമാണോ എന്ന് സ്ഥിരീകരിക്കുവാനും സുരക്ഷാ ഏജൻസികൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിമാനത്തിനുണ്ടായ ബോംബ് ഭീഷണിയെ തുടർന്ന് ലക്നൌ വിമാനത്താവളത്തിൽ നിന്നുള്ള മറ്റ് ചില സർവീസുകളെയും ഇത് നേരിയ തോതിൽ ബാധിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഷാർജയിൽ നിന്ന് കോഴിക്കോടേക്ക് പുറപ്പെട്ട എയർ അറേബ്യ വിമാനം G9454 കൊച്ചിയിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തു. വിമാനത്തിന്റെ എഞ്ചിനിൽ സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഒരു നടപടി ഉണ്ടായത്. ഇന്ന് പുലർച്ചെയാണ് വിമാനം കൊച്ചിയിലേക്ക് വഴിതിരിച്ചു വിട്ടതും അടിയന്തരമായി ലാൻഡ് ചെയ്തതും. 170 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം വിമാനം കൊച്ചിയിൽ നിന്ന് കോഴിക്കോടേക്ക് പറന്നു.